നിങ്ങളൊക്കെ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങാറുണ്ടോ? അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഓൺലൈനിലൂടെ വാങ്ങുമ്പോൾ കുറച്ച് കാശും കൂടെ കിട്ടിയാലോ? അതെ, നമ്മൾ പല വെബ്സൈറ്റുകളിൽ നിന്നും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങാറുണ്ട് അല്ലേ? ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ തുടങ്ങിയ പല വെബ്സൈറ്റുകളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാറുണ്ട്, ബില്ലുകൾ അടയ്ക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാശ് കൂടി കിട്ടിയാലോ? അതെ, ഒരു ക്യാഷ് ബാക്ക് വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാഷ് ബാക്ക് വെബ്സൈറ്റ്. 15,000-ൽ കൂടുതൽ വെബ്സൈറ്റുകളിലൂടെ അവർ നമുക്ക് ക്യാഷ് ബാക്ക് തരികയാണ്. ക്യാഷ് കറയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെല്ലുക, അവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ക്യാഷ് കറയിൽ ചെല്ലുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 25 രൂപ ക്രെഡിറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിലേക്ക് ചെല്ലാം, ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങാം. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന വെബ്സൈറ്റിന് താഴെയുള്ള ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിസിറ്റ് റീറ്റെയിലർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സാധാരണ നിങ്ങൾ പോകുന്ന പോലെ ആ വെബ്സൈറ്റ് ലോഞ്ച് ആയിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം, പേയ്മെൻറ്റ് കൊടുക്കാം. ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെ വേണം എന്നൊരു നിർബന്ധവുമില്ല. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾ എപ്പോഴാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ക്യാഷ് കറോയിലെ ഏണിംഗ് സെക്ഷനിൽ നിങ്ങളുടെ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നതാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് 250 രൂപ ക്യാഷ് ബാക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയോ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ആക്കി അത് കൺവേർട്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഷോപ്പ് ചെയ്യുക, കാശുണ്ടാക്കുക. ലിറ്ററലി ക്യാഷ് കറോ നമുക്ക് തരുന്നത് ഫ്രീ മണിയാണ്. വരുന്ന ഓഗസ്റ്റിൽ വമ്പൻ സെയിൽസ് ആണ് ക്യാഷ് കറോയിൽ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഷോപ്പ് ചെയ്ത് കാശുണ്ടാക്കാൻ മറക്കണ്ട. ഉണങ്ങി വീണ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം, മേലാസകലം പുതപ്പ് പോലെന്തോ ധരിച്ചൊരു രൂപം ഭയം തളം കെട്ടിക്കിടക്കുന്ന ആ പഴയ കെട്ടിടത്തിനെ ലക്ഷ്യമാക്കി നീങ്ങി. പതിയെ നീങ്ങുന്ന മെഴുകുതിരിനാളം. അധികകാലമായി ആൾതാമസമില്ലാതിരുന്ന ആ വീടിൻ്റെ പഴകിയ ചുവരുകളിൽ അയാളുടെ നിഴൽ നീങ്ങിത്തുടങ്ങി. അതവസാനിച്ചത് നിലം പൊട്ടിയ ഒരു മുറിയിലായിരുന്നു. ആ മുറിയുടെ നിലത്ത് മുഴുവൻ പൊട്ടിയ ഓട്ടുകഷ്ണങ്ങളായിരുന്നു. അവയെല്ലാം കൈകൊണ്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാളവിടെ ഒരു മെഴുകുതിരി സ്ഥാപിച്ചു. തൻ്റെ തോളിൽ കിടക്കുന്ന സഞ്ചിയിൽ നിന്നും എന്തോ ഒന്നെടുത്ത് അയാൾ പുറത്തു വെച്ചു. പുറത്ത് ശക്തമായ ഇടിയും മഴയും ഉണ്ടായിരുന്നു. ആ വീടിൻ്റെ ജനൽപ്പാടികൾ വീശിയടിക്കുന്നു. പൊടുന്നനെ അയാളെടുത്ത് പുറത്തു വെച്ച ആ ഉപകരണത്തിൽ നിന്നും അപരിചിതമായ എന്തോ ഒരു ശബ്ദം മുഴങ്ങിയിരുന്നു. അപ്രതീക്ഷിതമായി എന്തോ തിരിച്ചറിഞ്ഞ പോലെ അയാൾ ഞെട്ടി എഴുന്നേറ്റു. ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ തുടങ്ങി. എന്നാൽ തൻ്റെ പിറകിൽ പൊടുന്നനെ ഒരു കാൽപെരുമാറ്റം അയാൾ കേട്ടു. അത് തനിക്ക് നേരെ നടന്നു നീങ്ങി വരികയാണ്. ഒരു കൈ അകലത്തിൽ അത് അവസാനിച്ചു. അടുത്തൊരനക്കത്തിനു വേണ്ടി അയാൾ കാതോർത്തു. കണ്ണടച്ചു നിന്ന അയാളുടെ കാതിൽ അയാൾ കേട്ടത് ഒരു നിശ്വാസമായിരുന്നു. ആ ശ്വാസത്തിൽ അയാളുടെ കയ്യിലെ മെഴുകുതിരി അണയുകയും ചെയ്തു. കേറിപ്പോരും ചങ്ങായിമാർ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. പ്രേതവേട്ട, ഗോസ്റ്റ് ഹണ്ടിങ്. പ്രേതബാധിതമായ വീടുകൾ, കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ എന്നിവകളിൽ ചെന്ന് പ്രേതങ്ങളെ കണ്ടുപിടിക്കുകയും അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയെയാണ് ഗോസ്റ്റ് ഹണ്ടിങ് എന്ന് പറയുന്നത്. പല സിനിമകളിലും കഥകളിലുമൊക്കെ ഇതേക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അകാരണമായ ശബ്ദങ്ങൾ, ഭയപ്പെടുത്തുന്ന നിലവിളികൾ, അദൃശ്യമായി നമ്മയെല്ലാം ആരോ വീക്ഷിക്കുന്നത് പോലുള്ള തോന്നൽ, ഇത്തരം കാര്യങ്ങൾ പ്രേതബാധ എന്ന തോന്നലിനെ ശക്തമാക്കാറുണ്ട്. പ്രേതങ്ങളെ സമീപിക്കുന്നവർ 2 തരമുണ്ട്. പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ വരുന്നവരും പ്രേതത്തെ മനസ്സിലാക്കാൻ വരുന്നവരും. പ്രേതത്തെ ഒഴിപ്പിക്കാൻ വരുന്നവരെ നമുക്ക് എക്സോസിസ്റ്റുകൾ എന്ന് വിളിക്കാം. എക്സോസിസം എന്നാൽ പ്രേതത്തെ ഒഴിപ്പിക്കൽ എന്നാണ് അർത്ഥം.
ആ ഒരു കാര്യത്തിനും എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും മനുഷ്യൻ്റെ മാനസിക വൈകൃതങ്ങളെയാണ് നാം പ്രേതഭൂതാദികൾ എന്ന് വിളിക്കാറ്. അപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളാണ് എങ്കിൽ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? അവർക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തി ലഭിക്കുന്നത്? അവരെങ്ങനെയാണ് അമാനുഷികരാവുന്നത്? ശരിക്കും മനുഷ്യൻ്റെ മനസ്സിലോളം ആഴമുള്ള മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നതാണ് സത്യം. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മകളെ ആയിരിക്കാം നാം പ്രേതവും ഭൂതവും എന്നൊക്കെ വിളിക്കുന്നത്. അടുത്തൊരു കൂട്ടർ ഗോസ്റ്റ് ഹണ്ടേഴ്സാണ്. അവർ വരുന്നത് പ്രേതങ്ങളെക്കുറിച്ച് അറിയാനാണ്. പേരിൽ പ്രേതവേട്ട എന്നുണ്ടെങ്കിൽ പോലും അവർ വരുന്നത് പ്രേതങ്ങളെക്കുറിച്ച് അറിയാനും പ്രേതങ്ങളെക്കുറിച്ച് പഠിക്കാനുമാണ്. അവരിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. പ്രേതത്തിൽ വിശ്വസിക്കുന്നവരും പ്രേതത്തിൽ വിശ്വസിക്കാത്തവരും. പ്രേതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ എങ്ങനെയാണ് പ്രേതത്തെ വേട്ടയാടുക എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അവിടെയും 2 ചിന്താരീതികളാണുള്ളത്. ഒന്ന്, നമ്മളിൽ പലരും ചിന്തിക്കുന്നത് പോലെ മരണശേഷം പ്രതികാരദാഹിയായി വരുന്ന പ്രേതം. 2, ജീവിച്ചിരിക്കുന്നവരുടെ ഓർമ്മകളുടെയും ചിന്തകളുടെയും ഒരു തുടർച്ചയാണ് പ്രേതം. ഇങ്ങനെ 2 രീതിയിലാണ് അവർ പ്രേതങ്ങളെ കാണുന്നത്. ലോജിക്കലായ ഒരു ചിന്ത അല്ലേ? ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രേതം എന്നാൽ എ ഗ്രൂപ്പ് ഓഫ് വൈബ്രേഷനാണ് എന്ന്. പലപ്പോഴും പ്രേതങ്ങളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അദൃശ്യമായ ശബ്ദങ്ങൾ, അകാരണമായ നിലവിളികൾ, കുളിരുകോരുന്ന തണുപ്പ്, ഉള്ളം കോച്ചുന്ന തരിപ്പ്, ഇവയൊക്കെയാണ് പ്രേതത്തെക്കുറിച്ച് നമ്മുടെ അറിവുകൾ. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, മരിച്ചുപോയവരുടെ ഓർമ്മകളും ചിന്തകളുമാണ് നമ്മളെ അങ്ങനെ തൊടുന്നതും അനുഭവിക്കുന്നതുമെങ്കിലോ? രസകരമായൊരു ചിന്തയല്ലേ? 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽക്കേ ഗോസ്റ്റ് ഹണ്ടിങ് ഉണ്ടായിരുന്നുവെങ്കിലും അത് സാധാരണക്കാരിൽ ചർച്ചയായി മാറുന്നത് 2000-ന് ശേഷമാണ്. 2000-ൽ ഇറങ്ങിയ ഗോസ്റ്റ് ഹണ്ടേഴ്സ് മോസ്റ്റ് ഹോണ്ടഡ് തുടങ്ങിയ TV സീരീസുകളാണ് അതിന് കാരണമാവുകയും ചെയ്തത്. ഹാരി പ്രൈസ്, എഡ് ആൻഡ് ലോറൈൻ വാറൻ, ജോൺ സാഫിസ് തുടങ്ങിയിട്ടുള്ളവരാണ് പ്രശസ്തരായ ഗോസ്റ്റ് ഹണ്ടേഴ്സ്. അവരുടെ പ്രശസ്തിക്ക് കാരണവും അവരുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഇവരുടെ പല അനുഭവങ്ങളും ലോകോത്തര ഭീകര സിനിമകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റ് ഹണ്ടിങ്ങിന് പല രീതികൾ ഉപയോഗിക്കാറുണ്ട്. EMF, ഡിജിറ്റൽ തെർമോമീറ്റർ, ഡിജിറ്റൽ വീഡിയോ ക്യാമറ, തെർമോഗ്രാഫിക് ക്യാമറ, നൈറ്റ് വിഷൻ ക്യാമറ, ഡിജിറ്റൽ ഓഡിയോ റെക്കോർഡിംഗ് തുടങ്ങി പല ഉപകരണങ്ങളും ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് EMF ഡിറ്റക്ടറും EVPയുമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഡിറ്റക്ടർ, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിനൺ. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ഓരോ ഇലക്ട്രോണിക് പ്രോഡക്ട്സും പ്രവർത്തിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിനെ ഡിറ്റക്ട് ചെയ്യാനും അതിൻ്റെ ഫ്രീക്വൻസി അളക്കാനും വേണ്ടിയിട്ടാണ് EMF ഡിറ്റക്ടർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഇത് ഗോസ്റ്റ് ഹണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഫ്രീക്വൻസി കാണാൻ സാധിച്ചാൽ, അതായത് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് അകാരണമായി ഒരു എനർജി ഫീൽഡ് കാണുന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EMF ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിനിപ്പോൾ ഡിറ്റക്ടറിൻ്റെ ആവശ്യം ശരിക്കില്ല. കാരണം ഈ രീതിയിലുള്ള പല ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. ഐഫോണിലായാലും ശരി, ആൻഡ്രോയിഡിലായാലും ശരി, പല ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. അത് വെച്ച് സെർച്ച് ചെയ്താൽ തന്നെ പ്രേതബാധിതമെന്ന് നമുക്ക് തോന്നുന്ന പല സ്ഥലങ്ങളിലെയും ഫ്രീക്വൻസീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. EMF ഡിറ്റക്ടറിൻ്റെ അത്രത്തോളം ആക്യുറേറ്റ് അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമുക്ക് ഈ സാധനം ഡിറ്റക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തത് EVP, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിനൺ. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡിജിറ്റൽ ഓഡിയോ റെക്കോർഡറാണ്, അല്ലെങ്കിൽ EV റെക്കോർഡർ എന്ന് പറയും. ഇതിനെ കാണാൻ സാധാരണ ഓഡിയോ റെക്കോർഡർ പോലെ തന്നെയാണ്. പക്ഷേ അതിൽ പിടിക്കുന്ന ശബ്ദങ്ങൾ അത്ര സാധാരണമല്ല. മനുഷ്യൻ്റെ കാതുകൾക്ക് കേൾക്കാൻ സാധിക്കുന്നതിനേക്കാൾ ചെറുതോ വലുതോ ആയുള്ള ശബ്ദങ്ങൾ പിടിച്ചെടുത്ത് അവ നമുക്ക് കേൾക്കാൻ പാകത്തിനാക്കി കൺവേർട്ട് ചെയ്ത് തരിക എന്നതാണ് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ധർമ്മം. അതായത് ചെവി കേൾക്കാത്ത ആളുകൾ അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റും ചെയ്യുന്നത്. ഇതിന് ശരിക്കും ഇപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യം തന്നെയില്ല. ഇതിനും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി EVP എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി, ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. ഇതുപോലെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് പ്രേതബാധിതമാണ് എന്ന് തോന്നുന്ന സ്ഥലത്ത് ചെന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തതിന് ശേഷം ചോദിക്കുക, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇത്രയും പറഞ്ഞതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടത് ആത്മാവിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ റിപ്ലൈ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കില്ല, പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ അത് റെക്കോർഡ് ചെയ്യും. ഇനി പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ചിലപ്പോൾ ആത്മാവിൻ്റെ ഉത്തരം ലഭിച്ചിരിക്കാം.
ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇതുപോലെ പല രീതികളാണുള്ളത്. നൈറ്റ് വിഷൻ ക്യാമറ, തെർമൽ ക്യാമറ. നൈറ്റ് വിഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത പല കാഴ്ചകളും അരണ്ട പച്ച വെളിച്ചത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് നൈറ്റ് വിഷൻ ക്യാമറയുടെ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊരു ക്യാമറയാണ് തെർമൽ ക്യാമറ. അതായത് ഊഷ്മാവിനെ പിടിച്ചെടുക്കാൻ സാധിക്കും. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചൂടിനെ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ക്യാമറ. ഊഷ്മാവുള്ള എന്തിനേയും നമുക്കത് വെച്ച് പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞതൊക്കെയാണ് ആധുനിക മനുഷ്യന്റെ പ്രേതവേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. പണ്ടൊക്കെ മന്ത്രവാദിമാർ പ്രേതബാധയെ ആവാഹിച്ച് ഒരു രൂപത്തിലേക്ക് വെച്ച് അതിനെ ഈർക്കിലുകൊണ്ട് കുത്തി ചോര തെറിപ്പിക്കുമ്പോൾ ഭയന്നിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. പിന്നീട് ശാസ്ത്രം ഒരുപാട് വികസിച്ചു, അതിൽ പല മേഖലകളും വികസിച്ചു. അതിനോടൊപ്പം പ്രേതവേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വികസിച്ചു. ഒന്ന് നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇത്തരം ഉപകരണങ്ങൾ ചെയ്യുന്നത്. മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തെ കേൾപ്പിക്കാൻ EVP, മനുഷ്യന് അളക്കാൻ പറ്റാത്ത ഫ്രീക്വൻസി അളക്കാൻ EMF, മനുഷ്യന് കാണാൻ പറ്റാത്ത കാഴ്ചകൾ എടുക്കാൻ നൈറ്റ് വിഷൻ ക്യാമറ, മനുഷ്യന് കാണാൻ പറ്റാത്ത ഊഷ്മാവ് പിടിച്ചെടുക്കാൻ തെർമൽ ക്യാമറ. അതായത് ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്കും അതീതമാണ് പ്രേതാത്മാവ് എന്നത്. ഇനി ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ടർ എങ്ങനെയാണ് വിജനമായ ഒരു സ്ഥലത്ത് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യുന്നത്? അപ്പോൾ അവിടെ പ്രേതമുണ്ടാവാൻ സാധ്യതയില്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പ്രേതത്തെയല്ല ഡിറ്റക്ട് ചെയ്യുന്നത്, എനർജിയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു എനർജി ഫീൽഡ് ഒരു സ്ഥലത്തുണ്ട് എങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇടിമിന്നലിന് പോലും അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല, നാച്ചുറൽ സ്റ്റോൺസ്, മാഗ്നറ്റ്സ്, ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഉണ്ട്. അതിൽ പലപ്പോഴും അബ്നോർമൽ ആയിട്ടുള്ള എനർജി റിലീസസ് ഉണ്ടാവാറുമുണ്ട്. ഭൂമിയുടെ അടിയിലുള്ള ഒരു കല്ല്, ആ കല്ലാണ് എനർജി റിലീസ് ചെയ്യുന്നത് എങ്കിൽ ആ ഭാഗത്ത് ഒരു എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു EMF ഡിറ്റക്ടർ വെച്ച് പോയി കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും. അതിനെ നമുക്കൊരു എനർജി ആയിട്ട് കാണാം. അതിനെ പ്രേതമായി കാണണോ വേണ്ടയോ എന്നുള്ളത് നോക്കുന്ന ആൾ തീരുമാനിക്കും. ഇതുപോലെ ഓരോ ഉപകരണങ്ങൾക്കും അതിൻ്റേതായ കാരണങ്ങളുണ്ട്. എന്നാലും വ്യത്യസ്തവും ഒരൽപ്പം വിശ്വാസയോഗ്യവുമായ ഒരു ഉപകരണമുണ്ട്. അതാണ് EVP, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിനൻ. ഇന്ന് അത്തരത്തിലൊരു പ്രതിഭാസത്തിന് മുമ്പിൽ നമ്മൾ ഇന്ത്യക്കാർ മുഴുവൻ പകച്ചു നിൽക്കുകയാണ്. ഹഫ് പാരനോർമൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ സ്റ്റീവ് ഹഫ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട നടനായ സുശാന്ത് സിംഗ് രജ്പുത്തിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി എന്തൊക്കെയോ ചോദിക്കുന്നു. അദ്ദേഹം അതിനുള്ള ഉത്തരങ്ങളും നൽകുന്നു. ഇതൊക്കെ ഉടായിപ്പാണ് എന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ബോധ്യമുണ്ട് എങ്കിലും അത് വിശ്വസിക്കാൻ ആരും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? സ്റ്റീവ് ഹഫ് ഇതിനു മുമ്പും മരിച്ചുപോയ പല സെലിബ്രിറ്റീസിനെയും വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അല്ല, ഏറ്റവും കൂടുതലും സെലിബ്രിറ്റീസിനെ തന്നെയാണ് വിളിച്ചു വരുത്തിയത് എന്നതാണ് സത്യം. കാരണം എങ്കിലല്ലേ കാണാൻ ആളുണ്ടാവും. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സാണ്. ആ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സ്വന്തം സാക്ഷര കേരളത്തിൻ്റെ മലയാളത്തിൽ പോലും കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒന്നാണ്, നിങ്ങൾക്കിതുപോലെ ഞങ്ങളുടെ മണിച്ചേട്ടൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ മരണകാരണമെന്ന് ചോദിച്ചറിഞ്ഞുകൂടെ എന്ന്. ഒരിക്കലും സ്റ്റീവ് ഹഫിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഹഫ് പാരനോർമൽ എന്ന് പറയുന്ന ചാനലിനെയും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ചെയ്യുന്നത് ഒരു മജീഷ്യൻ്റെ ജോലിയാണ്. എന്നാൽ മജീഷ്യൻ ദിവ്യനാണ് എന്ന് പറഞ്ഞ് അയാളെ വിശ്വസിക്കുന്ന നമ്മളല്ലേ തെറ്റ് ചെയ്തത്? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. നമ്മൾ മലയാളികളുടെ ഒരുപാട് കയ്യടി നേടിയെടുത്തൊരു ഡയലോഗാണത്. അതുതന്നെയാണ് ഇവിടെയും പ്രശ്നം. കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അത് നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ സാമാന്യ ബോധത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. എങ്ങനെയാണ് ഒരാൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒരു ചോദ്യം തരംഗങ്ങളായി നമ്മുടെ ഇയർ കനാലിലൂടെ ഇയർ ഡ്രമ്മിലെത്തുന്നു. ഇയർ ഡ്രം അതിനെ ഒരു വൈബ്രേഷനാക്കി മാറ്റുന്നു. ആ വൈബ്രേഷൻ ചെവിയിലെ 3 കുഞ്ഞ് എല്ലുകളായ മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിയസ് കൂട്ടുകയും അത് കോക്ലിയയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഒരു ഒച്ചിൻ്റെ രൂപത്തിലുള്ള കോക്ലിയയുടെ ഉള്ളിൽ ഫ്ലൂയിഡാണ്. ഈ വൈബ്രേഷൻ അതിൽ വേവ്സ് ഉണ്ടാക്കുന്നു.
അത് സ്റ്റിരിയോസിലിയ എന്ന ഹെയർ കൂട്ടം പോലുള്ള ഭാഗത്തെ അനക്കുകയും ചെയ്യുന്നു. ഇവ ആ വൈബ്രേഷനെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റുകയും നാഡികളിലൂടെ അവ തലച്ചോറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. തലച്ചോറാണ് ഇതിനെ ഡീകോഡ് ചെയ്ത് ഒരു ചോദ്യമാക്കി മാറ്റുകയും അതിൻ്റെ ഉത്തരം നമ്മുടെ വോക്കൽ കോഡും നാക്കും ഉപയോഗിച്ച് പറയുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഒരാൾക്കൊരു ചോദ്യം മനസ്സിലാക്കാനും അതിനുള്ള ഉത്തരം പറയാനും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ മരണപ്പെട്ട സ്വന്തം ശരീരം നഷ്ടമായ സുശാന്ത് രജ്പുത് എന്ന വ്യക്തി എങ്ങനെയാണ് ഈ ഒരു ചോദ്യം കേട്ടത്? ഈ ഒരു ചോദ്യം കേട്ട് അത് മനസ്സിലാക്കി അയാൾ അതിനുള്ള ഉത്തരം പറഞ്ഞത്. ഇത് വിശ്വസിക്കണോ വേണ്ടയോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ മരിച്ചുപോയ ഒരു ആത്മാവ് എങ്ങനെയാണ് നമ്മളെ വന്ന് കാണുക, കേൾക്കുക, തൊടുക എന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് തന്നെ ചിന്തിക്കാൻ സാധിക്കും. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ EVPയിൽ എങ്ങനെ ആ ശബ്ദം വന്നു എന്ന്. എല്ലാ EVPകളിലും ഒരു പ്രീ റെക്കോർഡഡ് സൗണ്ട് ഉണ്ടാവും. അത്തരം പ്രീ റെക്കോർഡഡ് സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ഭയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ ഓൾ ഫയൽസ് എന്ന ഫോൾഡർ എടുക്കുക. അതിൽ EVP എന്ന ഫോൾഡർ എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഭാവിയിൽ കേട്ട് പേടിക്കാനുള്ള എല്ലാ ശബ്ദങ്ങളുടെയും ഒരു ലിസ്റ്റ് തന്നെ കാണാൻ സാധിക്കും. അതിപ്പോഴേ കേട്ട് കഴിഞ്ഞാൽ ഭാവിയിലുള്ള പേടി നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു മാനസികാവസ്ഥയുണ്ട്. അതിൻ്റെ പേര് പാരൈഡോലിയ എന്നാണ്. പാരൈഡോലിയ മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രതിഭാസമാണ്. പാരൈഡോലിയ ഒരു വസ്തുവിനെ തെറ്റിദ്ധരിക്കാനുള്ള പ്രവണതയാണ് നമ്മൾ പാരൈഡോലിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു മേഘം. ആ മേഘത്തെ കണ്ട് ഞാൻ പറയുന്നു ആ മേഘം ആനയെപ്പോലുണ്ട് എന്ന്. എന്നാൽ അത്രയും നേരം അതിനെ ഒരു ആനയായി തോന്നാത്ത നിങ്ങൾക്ക് പോലും അതിനെ കാണുമ്പോൾ ശരിയാണ്, അതൊരു ആനയെപ്പോലെയുണ്ട് എന്നുള്ള തോന്നൽ. അതിനെയാണ് പാരൈഡോലിയ എന്ന് പറയുന്നത്. അത് കാഴ്ചയിൽ മാത്രമല്ല ശബ്ദത്തിലുമുണ്ട്. അതിന് നമുക്ക് ഓഡിറ്ററി പാരൈഡോലിയ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു ശബ്ദം കേൾക്കുകയാണ്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ഒരു ശബ്ദമാണ്. പക്ഷെ ഞാൻ പറയുന്നു അത് നിങ്ങളെ വിളിക്കുന്നതല്ലേ എന്ന്. നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ശരിയാണ്, അത് എന്നെ ആരോ വിളിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ യു ആർ ഇൻ ഓഡിറ്ററി പാരൈഡോലിയ. ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനൊരു ശബ്ദം കേൾപ്പിക്കാം. ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് നോവർ എന്നാണോ കേട്ടത്, വേനോ എന്നാണോ കേട്ടത്? ഇനി എന്തായാലും നിങ്ങൾ ഈ രണ്ട് വാക്കല്ലാതെ മറ്റൊന്നും കേൾക്കാൻ സാധ്യതയില്ല, അല്ലെ? ഇനി മറ്റൊരു ശബ്ദം കേൾപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടത് ദാറ്റ് ഹിൽ എന്നാണോ കിൽ ദാറ്റ് എന്നാണോ? എന്തായാലും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ദാറ്റ് ഹിൽ അല്ലെങ്കിൽ കിൽ ദാറ്റ് ആയിരിക്കും. ഇനി മറ്റൊരു ശബ്ദം കൂടി കേൾപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ലോഹൈ എന്നാണോ ട്രൈ നൗ എന്നാണോ? എന്തായാലും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒന്നുകിൽ ലോഹൈ ആയിരിക്കും അല്ലെങ്കിൽ ട്രൈ നൗ ആയിരിക്കും. ഇങ്ങനെ ഒരു ശബ്ദം കാണിച്ച് അതിൻ്റെ താഴെ ഞാനൊരു സബ് ടൈറ്റിൽ കൂടി ഇട്ടാൽ പിന്നെ ആ ശബ്ദത്തിൽ നിങ്ങൾ അത് മാത്രമേ കേൾക്കുള്ളൂ. ഇതുപോലെ ഒരു അർത്ഥവുമില്ലാത്തൊരു ശബ്ദത്തിന് താഴെ സബ് ടൈറ്റിൽ ഇട്ടാൽ നമുക്കത് ആര് പറയുന്നതും അർത്ഥമുള്ള വാക്കുകളായിട്ട് കാണാൻ സാധിക്കും. ഇതിനെ പാരൈഡോലിയയിൽ ഫാൻറ്റം വേർഡ് ഇല്യൂഷൻ എന്നാണ് പറയുക. അതായത് ഒരേ ശബ്ദം തന്നെ പല പല രീതിയിൽ നമുക്കൊരു ഇല്യൂഷൻ പോലെ തോന്നുന്നതിനെയാണ് നമ്മൾ ഫാൻറ്റം വേർഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ നാസ പുറത്തുവിട്ട ഒരു വോയിസ് ക്ലിപ്പ് പ്രചരിച്ചിരുന്നു. സൂര്യൻ്റെ ശബ്ദം ഓം എന്നാണ് എന്ന് പറഞ്ഞിട്ട്. അത് തെറ്റാണ് എന്ന് നാസ തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും നമ്മളൊക്കെ ഇപ്പോഴും അത് സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്നു. സൂര്യൻ്റെ ശബ്ദം ഓം എന്നാണ്. മനുഷ്യന് ഇത്തരത്തിലുള്ളൊരു ശബ്ദം ട്യൂൺ ചെയ്ത് ഓം എന്നാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മരിച്ചുപോയ ഒരാളുടെ ശബ്ദം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശബ്ദം ക്യാപ്ചർ ചെയ്തുകൂടാ? അതായത് ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒരു മുറിയിൽ നിന്നും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാമല്ലോ. ഉദാഹരണത്തിന് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചെയ്യലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഗൂഢാലോചന നടന്ന സ്ഥലത്ത് ചെന്ന് ഒരു പ്രമുഖനായ പ്രേതവേട്ടക്കാരനെ കൊണ്ട് സ്കാൻ ചെയ്യിച്ചാൽ അവർ സംസാരിച്ച ഗൂഢാലോചനകൾ മുഴുവൻ നമുക്ക് ക്യാപ്ചർ ചെയ്തെടുത്തൂടെ? അതുവഴി മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്യലുകളും ഒഴിവാക്കിക്കൂടെ? ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രേതവേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ശാസ്ത്രീയമായ ഉപകരണങ്ങൾ തന്നെയാണ്. ശാസ്ത്രം ഇന്ന് വരെ അംഗീകരിക്കാത്ത ഒന്നിനെ അളക്കാൻ ശാസ്ത്രീയമായ ഉപകരണങ്ങൾ. കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും ശാസ്ത്രം തലതാഴ്ത്തുന്ന ഒരു സത്യം തന്നെയാണത്. ഇത്തരം പ്രഹസനങ്ങൾ തട്ടിപ്പുകളാണ് എന്ന് തിരിച്ചറിയേണ്ട കാലമാണിത്. അത് തിരിച്ചറിയണമെങ്കിൽ മിനിമം സാമാന്യ ബുദ്ധി ഇടയ്ക്കൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. പ്രേതവും ഭൂതവും ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്. പ്രേതത്തിനും ഭൂതത്തിനും അതിൻ്റേതായ വിശദീകരണങ്ങളുണ്ട്. നമ്മുടെ നാട് എന്ന് പറയുന്നത് പ്രേതം നേരിട്ട് വന്ന് കേസ് തെളിയിച്ച നാടാണ്. ഒന്ന് മാത്രം ഞാൻ പറയാം, മനുഷ്യൻ്റെ കേൾക്കാനുള്ള പരിമിതിയെ നാം വിളിക്കുന്നത് നിശബ്ദത എന്നാണ്. മനുഷ്യൻ്റെ കാണാനുള്ള പരിമിതിയെ നാം വിളിക്കുന്നത് അന്ധകാരം എന്നും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്